എന്താ പോലെ കടത്തും. ഏതായാലും ഇപ്പോൾ ഈ ഒരു ലോക്ക് കിട്ടി നന്നായി. ഈ ലോക്ക് കിട്ടിയോണ്ട് ഇപ്പോൾ ഈ ലോക്ക് ഇപ്പോൾ ഏതായാലും ഒന്ന് തുറക്കാൻ പറ്റുന്നുണ്ടാവില്ലേ കാരണം. ഏതായാലും എൻ്റെ അടുത്തൊന്ന് വെച്ച് നോക്കുക, എന്നാൽ അറിയാലോ, അഭിപ്രായം ഏതായാലും അറിയാലോ. ഇതിപ്പോൾ ഫുള്ള് ആപ്പ് ലോക്കറൊക്കെ ഇട്ടെന്ന് വിചാരിച്ചിട്ടുള്ള വലിയ തമ്മിൽ തന്നേക്കാരല്ലേ. ശരിയാക്കിയതാ. എന്നാ വാട്സാപ്പിൽ 6 ഗ്രൂപ്പ്, സേവ് ചെയ്യാത്ത 10 നമ്പർ, ഗാലറിയിൽ ഭയങ്കര ഫോട്ടോസാണല്ലോ, ആകെ ഫോട്ടോസാണല്ലോ. ആ ലോക്ക് എങ്ങനെയാണ് തുറന്നേ? അപ്പോൾ ആപ്പ് ലോക്കർ കൊണ്ടൊരു കാര്യമില്ലേ, എങ്ങനെയാണ് തുറക്കുക? എൻ്റെ ഫോണത്തെ ഒരുപാട് പോയത്തക്കാരുണ്ട്. മൊബൈലിൽ എന്തെങ്കിലും സേഫായി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് ലോക്കർ ഡൗൺലോഡ് ചെയ്യും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്താണ്ട് മൊബൈലിലുള്ള എല്ലാ സംഭവങ്ങളും ലോക്കട്ടൊക്കെ വെക്കും. പക്ഷേ എന്നിട്ട് മൊബൈലിൽ സേഫ് ആണെന്ന് കരുതിയാണ്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ല. മൊബൈലിനെ പറ്റി കുറച്ചെങ്കിലും അറിയുന്ന ഒരു വ്യക്തികൾ എന്ത് ചെയ്യും, നേരെ സെറ്റിങ്സ് പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ആപ്പ് ലോക്കറാണ്, എക്സാമ്പിളായിട്ട് നമ്മൾ ആപ്പ് ലോക്കറാണ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോക്ക് ഇട്ടെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് പോയിട്ട് ആപ്ലിക്കേഷൻ മാനേജറിൽ പോയിട്ട് ആപ്പ് വോയിസ് സ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ലോക്കുകളൊക്കെ ക്യാൻസലാകും. അതായത് ലോക്കുകളൊക്കെ താൽക്കാലികം സ്റ്റോപ്പായി മാറും. അപ്പോൾ നമുക്ക് മറ്റുള്ള വാട്സാപ്പ് ആയാലും ഗാലറിയിലേക്കൊക്കെ നമുക്ക് നേരിട്ട് കയറാൻ പറ്റും. ഇനി നമ്മൾ സെറ്റിങ്സ് അടക്കം ആപ്പ് ലോക്കർ ഉപയോഗിച്ചിട്ട് ലോക്ക് ഇട്ട് സങ്കല്പിക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും മിക്ക ഫോണുകളിലും. ഇനി അങ്ങനെ പറ്റാത്ത ഫോണിലാണെന്നുണ്ടെങ്കിൽ നേരെ സേഫ് മോഡിൽ ഇട്ടാണ്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. മനസ്സിലാണല്ലോ ശരിക്കും ക്ലിയർ ആക്കി പറയും മനസ്സിലാണില്ല. ഈ ഒരു മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ആപ്പ് ലോക്കർ ഉപയോഗിച്ചിട്ട് ലോക്കാക്കിയതാണ്. ഈ ഒരു ആപ്പ് ലോക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളതിൽ. ഏതൊരു ആപ്പ് ലോക്കർ ഉപയോഗിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമുക്കിത് എങ്ങനെ സിമ്പിളായിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സെറ്റിങ്സ് എടുക്കുക. ഇനി സെറ്റിങ്സ് ലോക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറെ പരിഹാരമുണ്ട്, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ആപ്പ് ലോക്കർ ഉപയോഗിച്ചിട്ടാണോ ലോക്ക് ആക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ വോയിസ് സ്റ്റോപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറക്കുന്നതിനോ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ലാതെ തന്നെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഗാലറി ആണെങ്കിൽ ഗാലറി എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇനി ഒരു വാദത്തിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സും നമ്മൾ ലോക്കാക്കി വെച്ചിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. ഞാൻ ആദ്യം സെറ്റിങ്സ് ലോക്കാക്കി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ സെറ്റിങ്സും ഇപ്പോൾ ലോക്കാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ചില മൊബൈലുകളിലൊക്കെ ഇവിടെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണാൻ പറ്റും. ഇതിലെ വിജയിക്കാൻ സാധ്യതയില്ല. നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അൺഇൻസ്റ്റാൾമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇനി ഉള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം മൊബൈലൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള മൊബൈലാണെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് പെട്ടെന്ന് സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ സാംസങ്ങിൻ്റെ A10s എന്നൊരു ഫോണാണ്. വലിയൊരു പെർഫോമൻസ് ഒന്നുമില്ല, 2 GB റാമുള്ള ഒരു ഫോണായതുകൊണ്ട് ഇത് കുറച്ച് സ്ലോ ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ഫോൺ ഓഫാക്കി ഓണാക്കുന്നതോടുകൂടി പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഒരിക്കലും ബൂട്ടാവില്ല. അങ്ങനെ പെട്ടെന്ന് ബൂട്ടായി കഴിഞ്ഞാൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഓണായി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതുവരെ ആ ഒരു ആപ്ലിക്കേഷൻ ഓണാകുന്നത് വരെ അതിന് ലോക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫോൺ ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഈ ഒരു സ്ക്രീൻ ലോക്ക് സാധാരണഗതിയിൽ അറിയാലോ, നമ്മൾ ആപ്പ് ലോക്കറിൻ്റെ ലോക്കാണല്ലോ അറിയാത്തതുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഫോൺ ഓണായ ഉടനെ തന്നെ നമ്മൾ നേരെ സെറ്റിങ്സ് ഓണാക്കുക. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ ഓണാകുന്നതിന് ഒരു നിശ്ചിത സമയം ഉണ്ടാവും. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താണ്ട് നമ്മൾ നേരെ ഈ കാണിച്ച പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വോയിസ് സ്റ്റോപ്പ് അടിക്കാൻ പറ്റും. ഇനി അത് കഴിയുന്നില്ല, ഇപ്പം 4 GB റാമോ അല്ലെങ്കിൽ 6 GB റാമൊക്കെ ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓണാവും. അതുകൊണ്ട് നമ്മൾ ഇതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷനാണ് ഇത് ഇങ്ങനെ നെക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ സേഫ് മോഡ് എന്ന് കാണാൻ പറ്റും. സേഫ് മോഡിൽ ക്ലിക്ക് ചെയ്യുക, ഒന്ന് ഓഫാക്കുക. ചില ഫോണിൽ സേഫ് മോഡ് ഈ ഒരു ഓപ്ഷനിലല്ല ഉണ്ടാകുക. ഇങ്ങനെ ഓപ്ഷനിൽ സേഫ് മോഡ് എന്ന് കാണാത്ത ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വോളിയം ഡൗണിൻ്റെ ബട്ടൺ അമർത്തി പിടിക്കുക.
എന്നിട്ട് നമ്മളൊന്ന് പവർ ഒന്ന് ഓഫാക്കി ഓണാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സേഫ് മോഡ് കിട്ടും. സേഫ് മോഡിൽ ഒരു ഫോൺ ഓണായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ആ സമയത്ത് വർക്ക് ചെയ്യില്ല. മൊബൈലിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ് സേഫ് മോഡിൽ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് ഏതായാലും ഫോൺ ഓണായതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ മൊബൈൽ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും അൺലോക്ക് ചെയ്യാണ്. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ ഓണായി. പക്ഷേ ഇവിടെ കണ്ടോ സേഫ് മോഡ് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സേഫ് മോഡ് കിട്ടിക്കഴിഞ്ഞാലുള്ള വ്യത്യാസങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ആപ്പ് ലോക്കറോ അല്ലെങ്കിൽ മിക്ക ആപ്ലിക്കേഷൻസുകളും, അതായത് മൊബൈലിൽ രണ്ടാമതായിട്ട് ഇൻസ്റ്റാൾ ആക്കിയ ഒരു ആപ്ലിക്കേഷൻസുകളും വർക്ക് ചെയ്യില്ല. ഒരു മങ്ങിയ പോലെ നിൽക്കുന്നത് കാണാൻ പറ്റും ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നേരെ സെറ്റിങ്സ് എടുക്കുക. ഈ ഒരു സമയത്ത് സെറ്റിങ്സിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സേഫ് മോഡ് പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥത്തിൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ മൊബൈലിന് എന്തെങ്കിലും ചില നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മൊബൈലിൽ എന്തെങ്കിലും റോങ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ് മോഡിലിട്ട് കൊണ്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ പോന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ചില ഫോണുകളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നേരിട്ട് അൺഇൻസ്റ്റാൾ ആവില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ സെക്യൂരിറ്റിയിലേക്ക് പോവുക. സെക്യൂരിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതർ സെക്യൂരിറ്റി സെറ്റിങ്സ് കാണും. അതർ സെക്യൂരിറ്റി സെറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും താഴെയായിട്ടല്ല കുറച്ച് ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ചില ഫോണിൽ ആപ്പ് ലോക്കറിൻ്റെ ഐക്കൺ ഇതുപോലെ ഓണായി കിടക്കുന്നുണ്ടാവും. അതൊന്ന് ഓഫാക്കി കൊടുക്കുക. ഇതുപോലെ ഓഫാക്കുമ്പോൾ ഡിയാക്ടിവേറ്റ് എന്ന് കാണാൻ പറ്റും. ഡിയാക്ടിവേറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഈ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ മാനേജറിലേക്ക് പോവുക. ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് സേഫ് മോഡ് നമുക്ക് വീണ്ടും തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ റീസ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഫോണിൻ്റെ ലോക്ക് തുറക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആപ്പ് ലോക്കർ ഇതിൽ നിന്ന് ഡിലീറ്റ് ആയതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ആപ്പ് ലോക്കർ ഇതിൽ നിന്ന് പരിപൂർണ്ണമായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഗാലറിയിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ മറ്റു ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് യാതൊരു തടസ്സമില്ല. അതുകൊണ്ട് തന്നെ ആപ്പ് ലോക്കർ ഒരിക്കലും സേഫ് അല്ല. കാരണം ഇത് മിക്ക ആളുകൾക്കും ഇന്ന് ഈ ഒരു ട്രിക്കുകളൊക്കെ അറിയാം. അപ്പോൾ നമ്മളൊരാൾക്ക് ഫോൺ കൈമാറുമ്പോൾ ആപ്പ് ലോക്കർ ഇട്ടിട്ടെന്നുള്ള സമാധാനത്തിൽ ഒരിക്കലും ഫോൺ കൈമാറരുത്. അപ്പോൾ ഈ ആപ്പ് ലോക്കർ കൊണ്ട് ഒരു കാര്യമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തപ്പോൾ ഇതിനൊരു പരിഹാരം പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളെ ഫോണിൽ പിൻ വിൻഡോ ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. ഫോണിൻ്റെ സെറ്റിങ്സ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. സാംസങ് ഫോണാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ സെർച്ച് ബാർ എടുക്കുക. സെർച്ച് ബാറിൽ നമ്മൾ പിൻ വിൻഡോ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ പിന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പിൻ വിൻഡോ എന്ന് ഇവിടെ വരുന്നുണ്ട്. ഈ പിൻ വിൻഡോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് പിൻ വിൻഡോ എന്ന് കാണാൻ പറ്റും. അതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഫ് എന്നുള്ളത് നമ്മൾ ആദ്യം ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തതിന് ശേഷം ആസ്ക് ഫോർ പിൻ ബിഫോർ അൺപിൻ എന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ക്ലിക്ക് ചെയ്ത് അതായത് ഇനേബിൾ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ ബാക്ക് അടിച്ച് പോരുക. അത് നമ്മൾ സ്ഥിരമായിട്ട് ഇനേബിൾ ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ കുട്ടികൾക്ക് നമ്മൾ യൂട്യൂബ് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ഓണാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു റീസെൻറ്റ് ബട്ടണിൽ ആദ്യം ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു യൂട്യൂബിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ പിൻ വിൻഡോ എന്ന് കാണാം. പിൻ ദിസ് ആപ്പ് എന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പിൻ ദിസ് ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നായി. ഇനി ഒരിക്കലും കുട്ടികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്ക് പോകാൻ കഴിയില്ല. കാരണം ഇനി ഈ ഒരു പിന്നിങ് നമുക്ക് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ഇത് രണ്ടും ഒരുമിച്ച് അമർത്തി കൊടുക്കുക. അതിനുശേഷം മൊബൈലിൻ്റെ പാസ്വേഡും കൂടി അടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമാണ് അൺപിൻ ആവുള്ളൂ. ഇനി എക്സാമ്പിളായിട്ട് നമ്മളെ ഫോൺ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോണിൻ്റെ ഡയലറിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ റീസെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റീസെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ടുള്ള ഈ പിൻ ദിസ് ആപ്പ് എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പോലെ തന്നെ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ പിന്നായി. ഇനി ഒരിക്കലും കണ്ടല്ലേ ബാക്ക് അടിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പിന്നീട് ബാക്ക് അടിക്കണമല്ലോ. അങ്ങനെ ബാക്ക് അടിക്കേണ്ട സമയത്ത് നമ്മൾ ഈ രണ്ട് ബട്ടണും ഒരേ സമയത്ത് അമർത്തി പിടിക്കുക. അപ്പോൾ അൺപിൻ ആവും. പക്ഷേ പാസ്വേഡ് അടിച്ചെങ്കിൽ മാത്രമാണ് അൺപിൻ ആവുള്ളൂ. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മൊബൈലിൽ പിന്നിൻ ലോക്ക് ഓണാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും നമ്മളെ മറ്റു ആപ്ലിക്കേഷനുകൾ ഒരിക്കലും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ മൊബൈലുകൾ
മറ്റുള്ള വ്യക്തികൾക്ക് ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന്, ചിലപ്പോൾ കുട്ടികൾക്ക് യൂട്യൂബ് നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും നമ്മൾ കൊടുത്തത്. ഈ ഒരു സമയത്ത് നമ്മൾ എന്താവശ്യത്തിനാണോ നമ്മൾ ഫോൺ കൊടുത്തത് ആ ഒരു ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലും അതിനുശേഷം ആ ആപ്ലിക്കേഷനിൽ നമ്മൾ പിന്നിൽ ലോക്ക് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നമ്മൾ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും നമ്മൾ സ്ക്രീൻ ലോക്കോ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളടുത്ത് നിന്ന് ഒരാൾ കോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് നിന്ന് ഫോൺ വാങ്ങിയെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് കോളിൻ്റെ ഡയലർ ഓൺ ആക്കുക. അതിനുശേഷം ആ കോൾ ഡയലർ പിന്നിൽ ലോക്ക് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര വേണമെങ്കിലും കോൾ ചെയ്യാം, അത് ശരിയാണ്. പക്ഷേ അവർക്ക് ഒരിക്കലും യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ നമ്മളെ പ്ലേ സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ നമ്മളെ ഗാലറിയിലേക്കോ മറ്റു മൈഫൈലിലേക്കോ ഒരു ആപ്ലിക്കേഷൻസിലേക്കും അവർക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കിയാലും ശരി ഒരിക്കലും അവർക്ക് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് പോകാൻ കഴിയില്ല. ഇനി നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനോ മറ്റോ ആയിട്ട് നമ്മൾ ഫോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനാണ് അവർക്ക് നമ്മൾ പിന്നിലൊക്കെ ഇട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് മാത്രമേ ഉപയോഗിക്കാനേ കഴിയുള്ളൂ. മറ്റൊരു ആപ്ലിക്കേഷൻ, ഉദാഹരണത്തിന് നമ്മൾ ഗെയിമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗാലറിയോ അല്ലെങ്കിൽ മറ്റേതൊരു ആപ്ലിക്കേഷനിലേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്താൽ ഏതെങ്കിലും നമ്പറിലേക്ക് കോൾ ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറിലേക്ക് മെസ്സേജ് അയക്കും. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പിന്നിൽ ലോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് തടയാൻ പറ്റും. ഇതിന് ഒരു ആപ്ലിക്കേഷൻ ലോക്കറിൻ്റെ ആവശ്യമില്ല. ഫോണിൽ ഡീഫോൾട്ടായിട്ട് വരുന്ന ഇൻവിൻഡോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി.